ഈ സമയം മറുവശത്ത് മോഹിനി തന്റെ മാന്ത്രികശക്തി പ്രയോഗിച്ചും മന്ത്രം പറഞ്ഞും ഒരു മാന്ത്രിക വെള്ളം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ആ മാന്ത്രിക വെള്ളത്തിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം ജ്യോതിക്ക് കൊടുത്തിട്ട് ഈ വെള്ളം ജ്യോതി ശങ്കറിന് കൊടുക്കുകയാണെങ്കിൽ ശങ്കർ ജ്യോതിയുടെ കൺട്രോളിലായിരിക്കുമെന്ന് പറയുകയാണ്. അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ജ്യോതി. ശേഷം ബബ്ലി കണ്ണുപൊത്തി കളിക്കാൻ വേണ്ടി എല്ലാവരെയും വിളിക്കുകയാണ്. എന്നിട്ട് എല്ലാവരുടെ കയ്യിലും ബബ്ലി കറുത്ത തുണി കൊടുത്തിട്ട് എല്ലാവരോടും ആ തുണി കണ്ണിൽ കെട്ടാനും എന്നിട്ട് ബബ്ലിയെ കണ്ടുപിടിക്കാനും പറയുകയാണ്. ബബ്ലി പറയുന്നത് കേട്ട് ദുൽചന്ദും എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ശേഷം എല്ലാവരും കണ്ണിൽ കറുത്ത തുണി കെട്ടുകയും ബബ്ലിയെ പിടിക്കാനും ശ്രമിക്കുകയാണ്. ബബ്ലി അവരുടെ ഇടയിൽ കുറച്ചു നേരം ഓടി നടന്നിട്ട് ബബ്ലി പാറുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ പോകുമ്പോൾ പാറു ഉറങ്ങിക്കിടക്കുന്നത് കാണുന്ന ബബ്ലി പാറുവിനെ വിളിക്കാൻ പാറുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഈ സമയം ബബ്ലി അവിടെ ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കുന്ന എല്ലാവരും കണ്ണിൽ നിന്ന് കെട്ടഴിച്ച് മാറ്റുകയാണ്. അപ്പോൾ സൗദാമിനി എല്ലാവർക്കും കുടിക്കാൻ വെള്ളം കൊണ്ടുവരാൻ പാറുവിനെ വിളിക്കുമ്പോൾ അത് കേൾക്കുന്ന ശങ്കർ പാറു റെസ്റ്റ് എടുക്കുകയാണെന്ന് ശങ്കർ പറയുന്നത് ജ്യോതി കേൾക്കുകയാണ്. അത് കേൾക്കുന്ന ജ്യോതി എല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളം ജ്യോതി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ജ്യോതി വെള്ളം എടുത്ത് കൊണ്ടുവരികയാണ്. തുടർന്ന് ജ്യോതി തന്നെ എല്ലാവർക്കും വെള്ളം കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവസാനം ജ്യോതി ശങ്കറിന് നേരത്തെ മോഹിനി കൊടുത്ത വെള്ളം കുടിക്കാൻ കൊടുക്കുകയാണ്. ശങ്കർ ജ്യോതിയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങാത്തത് കൊണ്ട് ജ്യോതി നിർബന്ധിച്ച് ശങ്കറിന്റെ കയ്യിൽ നിന്ന് വെള്ളം കൊടുക്കുകയും ശങ്കർ അത് കുടിക്കുകയും ചെയ്യുന്നു. ആ സമയം തന്നെ ശങ്കറിന്റെ വിരലിൽ കിടക്കുന്ന മോതിരവും ജ്യോതി ശങ്കർ അറിയാതെ ഊരിയെടുക്കുകയാണ്. ശങ്കർ വെള്ളം കുടിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് മോഹിനി. ശങ്കർ ജ്യോതിയുടെ കൺട്രോളിലാവുകയാണ്. ശങ്കർ ജ്യോതിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. മറുവശത്ത് ബബ്ലി പാറുവിന്റെ കയ്യിലിരിക്കുന്ന നഖം കാണുകയും അത് കാണുന്ന ബബ്ലിക്ക് ആ നഖത്തിന്റെ മാല ഇട്ടാൽ കഴുത്ത് വേദനിക്കില്ല എന്ന് തോന്നുന്ന ബബ്ലി പാറു അറിയാതെ പാറുവിന്റെ കയ്യിൽ നിന്ന് ആ മാല എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ആ സമയം ഒരു ദുസ്വപ്നം കണ്ട് പാറു അലറി വിളിച്ച് എഴുന്നേൽക്കുകയാണ്. എഴുന്നേൽക്കുന്ന പാറുവിന് കയ്യിൽ നഖമില്ല എന്ന് മനസ്സിലാവുകയാണ്. അത് മനസ്സിലാക്കുന്ന പാറു ടെൻഷനോടെ അവിടെ എല്ലായിടത്തും നോക്കുകയാണ്. ഈ സമയം ജ്യോതിയോട് മോഹിനി ശങ്കറിന്റെ കയ്യിൽ നിന്ന് മോതിരം എടുത്തതുപോലെ എല്ലാവരുടെ കയ്യിൽ നിന്നും മോതിരം ഊരി മാറ്റണമെന്നും ജ്യോതി പറയുന്നത് പോലെ ശങ്കറിനെ ജ്യോതിയുടെ കൺട്രോളിലാക്കി തന്നിട്ടുണ്ടെന്നും പകരം ഈ ഒരു കാര്യം ചെയ്തു തരണമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ജ്യോതി ഓക്കെ എന്ന് പറഞ്ഞ് ചിരിച്ചു നിൽക്കുകയാണ്. ഈ സമയം മറുവശത്ത് റൂമിന്റെ പുറത്ത് വരുന്ന പാറു ബബ്ലി പോകുന്നത് കാണുകയാണ്. അത് കാണുന്ന പാറു ബബ്ലിയെ വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്ന ബബ്ലിയുടെ കയ്യിൽ നഖം ഇരിക്കുന്നത് പാറു കാണുകയാണ്. പാറുവിനെ കാണുന്ന ബബ്ലി നഖത്തിനെ കഴുത്തിൽ കെട്ടിയിട്ട് അവിടെ നിന്ന് ഓടി പോവുകയാണ്. ബബ്ലി ഓടുന്നത് കാണുന്ന പാറു ബബ്ലിയുടെ പുറകെ ഓടുന്നു. ഈ സമയം ബബ്ലി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന എല്ലാവരും കണ്ണ് കെട്ടി നിൽക്കുകയാണ്. അവരുടെ മുമ്പിൽ വരുന്ന ബബ്ലി എല്ലാവരുടെ ഇടയിലൂടെയും ഓടി കളിക്കുകയാണ്. ഇതെല്ലാം കണ്ട് മാറി നിൽക്കുകയാണ് പാറു. മോഹിനിയുടെ അടുത്ത് കൂടി ബബ്ലി പോകുമ്പോൾ മോഹിനിക്ക് എന്തോ ഒരു ഫീൽ തോന്നുകയാണ്. അപ്പോൾ മോഹിനി കണ്ണിലെ കെട്ടഴിച്ച് നോക്കുമ്പോൾ ബബ്ലിയുടെ കഴുത്തിൽ നഖം കിടക്കുന്നത് മോഹിനി കാണുകയാണ്. മോഹിനി ബബ്ലിയെ നോക്കുന്നത് കാണുന്ന പാറു ഓരോന്ന് പറഞ്ഞ് ബബ്ലിയുടെ കയ്യിൽ നിന്ന് നഖം വാങ്ങുകയാണ്. എന്നിട്ട് പാറു ശങ്കറിന്റെ അടുത്ത് പോകുമ്പോൾ ശങ്കർ പാറുവിനോട് ഒരു ജോലിക്കാരിയോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയാണ്. ശങ്കറിന്റെ സ്വഭാവത്തിലെ മാറ്റം കണ്ട് വിഷമിച്ച് നിൽക്കുകയാണ് പാറു. അവിടെ അടുത്തായി മറഞ്ഞു നിൽക്കുന്ന ജ്യോതി ശങ്കർ പാറുവിനോട് സംസാരിച്ചതെല്ലാം കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ്. തുടർന്ന് നവരാത്രിയുടെ പൂജ നടക്കുന്നത് കൊണ്ട് വീട് മുഴുവൻ വൃത്തിയാക്കണമെന്ന് സീമ പറയുന്നതൊന്നും കേൾക്കാതെ ശങ്കറിന്റെ കാര്യം ആലോചിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് പാറു. ശങ്കർ എന്തുകൊണ്ട് ഒരു തെറ്റും ചെയ്യാതെ എന്റെ അടുത്ത് ഇങ്ങനെയെല്ലാം പെരുമാറുന്നതെന്നെല്ലാം മനസ്സിൽ പറഞ്ഞ് ആലോചിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് പാറു. ശേഷം പാറു പൂജയ്ക്കുള്ളതെല്ലാം എടുത്ത് വെക്കുന്ന സമയം പുറകിൽ കൂടി വരുന്ന ശങ്കർ പാറുവിന്റെ കഴുത്തിൽ നിന്ന് നഖമുള്ള മാല പൊട്ടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ശങ്കർ ആ മാല എടുത്തുകൊണ്ട് പോകുന്നത് കാണുന്ന പാറു ശങ്കറിന്റെ പുറകെ പോയിട്ട് ശങ്കറിനോട് നഖം തിരിച്ചു കൊടുക്കാൻ പറയുകയാണ്. അത് കേൾക്കുന്ന ശങ്കർ പാറുവിനോടൊന്നും പറയാതെ അവിടെ വരുന്ന ജ്യോതിയുടെ അടുത്ത് പോയിട്ട് ജ്യോതിയുടെ കയ്യിൽ നഖം കൊടുക്കുകയാണ്. ശങ്കർ നഖം കിട്ടുന്ന ജ്യോതി സന്തോഷത്തോടെ നിൽക്കുകയാണ്. ജ്യോതിയുടെ കയ്യിൽ നിന്ന് പാറു നഖം എടുക്കാൻ പോകുമ്പോൾ പാറുവിനെ തടയുന്ന ശങ്കർ പാറുവിന്റെ കയ്യിൽ ടൈറ്റായി പിടിക്കുകയാണ്. പാറു ശങ്കറിനോടും ജ്യോതിയോടും കെഞ്ചിയും സെന്റിമെന്റായും ഒക്കെ പറഞ്ഞു നോക്കുകയാണ്. അതൊന്നും മൈൻഡ് ചെയ്യാതെ ജ്യോതി അവിടെ നിന്ന് പോകുന്നു. ശങ്കർ പാറുവിനെ തള്ളി താഴെ ഇട്ടിട്ട് ശങ്കർ പാറുവിനോട് ജ്യോതിയുടെ അടുത്ത് പോലും ഇനി വരരുതെന്ന് പറഞ്ഞിട്ട് ശങ്കർ അവിടെ നിന്ന് പോകുന്നു. ശങ്കറിന്റെ പെരുമാറ്റം കണ്ട് വിഷമിച്ചിരിക്കുകയാണ് പാറു. ഒരിക്കലും രക്ഷസിന്റെ കയ്യിൽ ആ നഖം എത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ് പാറു. നഖം രക്ഷസിന് കിട്ടുമോ എന്നറിയാൻ നെക്സ്റ്റ് എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക് യു. ഈ എപ്പിസോഡിന്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.